നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇതെങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നിങ്ങളൊക്കെ കേട്ടിരിക്കേണ്ട ഒരു കത്താണ്, അല്ലെങ്കിൽ വായിച്ചിരിക്കേണ്ട ഒരു കത്താണെന്ന് തോന്നിയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ വികാരം, വൈകാരികത, അതേ അർത്ഥത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല. എന്നാലും ഇത് പറയണം എന്ന് തോന്നി. ഇന്നിപ്പോൾ യാൻ ഡയമണ്ടയെ റയൽ മാഡ്രിഡ് സൈൻ ചെയ്തിരിക്കുകയാണ്. 140 മില്യൺ യൂറോക്കാണ് 19കാരൻ ഐവറി കോസ്റ്റ് താരത്തെ അവർ RB ലീപ്സിഗിൽ നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. അവൻ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലെയറായി മാറുന്നത് സ്വപ്നം കണ്ട ഒരു കുഞ്ഞനിയത്തിയുണ്ട്, റെക്സൈൻ. 15ാമത്തെ വയസ്സിൽ അവൾ മരണപ്പെട്ടു. അതെങ്ങനെ മരണപ്പെട്ടു എന്ന കാര്യത്തിൽ പറയപ്പെടുന്നത്, ഒരു പാർട്ടിയിൽ വെച്ച് അവളുടെ ഡ്രിങ്കിൽ ആരോ എന്തോ കലർത്തി. അത് കഴിച്ച അവൾ ബോധരഹിതയായി വീണു. പിന്നീട് എഴുന്നേറ്റിട്ടില്ല, മരണപ്പെടുകയായിരുന്നു. അവളുടെ സഹോദരൻ യാൻ ഡയമണ്ടെ ഇന്ന് റയൽ മാഡ്രിഡിൽ എത്തി നിൽക്കുകയാണ്. എല്ലാവരും അവനെ സംശയിച്ചപ്പോൾ, അവൻ എവിടെയെങ്കിലും എത്തുമോ എന്ന കാര്യത്തിൽ സംശയം കാണിച്ചപ്പോൾ അവൾക്കുറപ്പായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ലോക ഫുട്ബോളിൻ്റെ നെറുകയിലെത്തുമെന്ന്. അങ്ങനെ തങ്ങളുടെ ദാരിദ്ര്യം മാറുമെന്ന്, വലിയ രൂപത്തിൽ തങ്ങൾ ജീവിക്കുമെന്ന്, സമ്പന്നതയിൽ ജീവിക്കുമെന്നൊക്കെ അവൾ സ്വപ്നം കണ്ടതാണ്. പക്ഷെ അത് അനുഭവിക്കാൻ അവളില്ലാതെ പോയി. ഇന്നിപ്പോൾ ഡയമണ്ട് പറയുന്നത്, എനിക്ക് വീട് വേണ്ട, കാറ് വേണ്ട, ഒന്നും വേണ്ട. അവളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഞാൻ ജീവിക്കുന്നത്. കളിക്കളത്തിലിറങ്ങുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും ഉള്ളത്. കാരണം അവിടെ എനിക്ക് അവളോട് സംസാരിക്കണമെന്ന് തോന്നും. നമ്മൾ സ്വപ്നം കണ്ടതൊക്കെ നേടാൻ പറ്റിയെന്ന് തോന്നും. ജൂൺ 17 ദി പ്ലെയേഴ്സ് ട്രിബ്യൂണിൽ യാൻ ഡയമണ്ട് എഴുതിയ ലേഖനം, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. ആ ഒരു വൈകാരികത അതുപോലെ എനിക്ക് നിങ്ങളിലേക്ക് പകർന്നു തരാൻ പറ്റുമെന്നറിയില്ല. അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് നേരിട്ട് വായിക്കുക. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ യാൻ ഡയമണ്ടയുടെ ഈ ഒരു കത്ത് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും അദ്ദേഹം എഴുതുന്നു, പ്രിയപ്പെട്ട റോക്സൈൻ, അദ്ദേഹത്തിൻ്റെ അനിയത്തിയുടെ പേരാണ്. ആരോ ഒരാൾ എനിക്കൊരു ഫേക്ക് യുണൈറ്റഡ് ജേഴ്സി വാങ്ങിത്തന്നതും അതിൻ്റെ പുറകിൽ കറുത്ത മാർക്കർ ഉപയോഗിച്ച് റൊണാൾഡോ 7 എന്നെഴുതിയതും ഓർമ്മയുണ്ടോ? നമുക്ക് പണമെന്നോ ദാരിദ്ര്യമെന്നോ ഉള്ള വ്യത്യാസമൊന്നും ഇല്ലായിരുന്നല്ലോ. സന്തോഷം മാത്രമാണ് നമ്മൾ അനുഭവിച്ചിരുന്നത്. അബിഡ്ജാനിലെ ആ ഒരു വീട്ടിൽ 25 പേര് ഉറങ്ങിയിരുന്നത് ഓർമ്മയുണ്ടോ? അമ്മക്ക് സീരിയൽ കാണണമായിരുന്നു, ബാക്കി എല്ലാവർക്കും സിനിമകൾ കാണണമായിരുന്നു. ഞാൻ എപ്പോഴും ഉറക്കം നടിക്കുകയും പാതിരാത്രിക്ക് ശേഷം TV വെച്ച മുറിയിലേക്ക് പോവുകയും ചെയ്തിരുന്നത് ഓർമ്മയുണ്ടോ? ഞാൻ TV ശബ്ദം വളരെ കുറച്ച് വെക്കുമായിരുന്നു. കേവലം 2 വോളിയം ബാറുകൾ മാത്രം. ഇരുട്ടത്തിരുന്ന് ഫുട്ബോൾ കണ്ട് സ്വപ്നം കാണുമായിരുന്നു. മുതിർന്നവർ ഞാൻ മണ്ണിൽ ഫുട്ബോൾ കളിക്കുന്നത് കാണുകയും ഞാൻ എത്ര ശക്തമായി ഷൂട്ട് ചെയ്യുന്നുവെന്ന് കണ്ട് എനിക്ക് റോബർട്ടോ കാർലോസ് എന്ന് വിളിപ്പേരിട്ടത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് CR7 ആയിരുന്നു എൻ്റെ ഹീറോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ റോബർട്ടോ കാർലോസ് എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നില്ല. നിനക്കത് ഓർമ്മയുണ്ടോ? വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് ഞാൻ കളിക്കാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ട്? എനിക്കന്ന് 9 വയസ്സായിരുന്നു. ഇൻ്റർഫൂട്ട് സൂട്ട് കോമെ, അത് ഗാന അതിർത്തിക്കടുത്താണ് ആ കളിക്ക് പോയത്. ഒറ്റക്കായി പോയ ഒരു ചെറിയ പയ്യൻ. ഞാൻ ഈ കഥ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞങ്ങൾ അത്രയധികം വിശന്നിരുന്നത് കൊണ്ട് ഞാനും മറ്റു കുട്ടികളും ഒരു ഗ്രാമത്തിൽ പോയി ഉരുളക്കിഴങ്ങ് മോഷ്ടിക്കാറുണ്ടായിരുന്നു. ഞങ്ങളൊരു ബാങ്ക് കവർച്ചയൊക്കെ ചെയ്യുന്ന പോലുള്ള പരിപാടിയാണ് നടത്തിയത്. 2 കുട്ടികൾ കടയുടമയുടെ ശ്രദ്ധ തിരിക്കും. മറ്റു 18 കുട്ടികൾ 2 ഉരുളക്കിഴങ്ങുകളുമായിട്ട് ഓടും. അത് അത്ര ടേസ്റ്റുള്ളതൊന്നും ആയിരുന്നില്ല, പക്ഷേ അതിന് അതിശയിപ്പിക്കുന്ന രുചിയാണ് എന്നാണ് അന്നൊക്കെ അനുഭവപ്പെട്ടിരുന്നത്. ഇപ്പോഴും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം അതാണ്. അല്പം എണ്ണ ചേർത്ത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, അത് എന്നെ ആ കാലഘട്ടം ഓർമ്മിപ്പിക്കും. എനിക്ക് ആദ്യമായി
ശരിക്കുള്ളൊരു ഫുട്ബോൾ ബൂട്ട് കിട്ടിയത് നിനക്ക് ഓർമ്മയുണ്ടാ? ഞാൻ അതിനോടൊപ്പമായിരുന്നു ഉറങ്ങിയിരുന്നത്. വളർന്നു വരുമ്പോൾ ഞാൻ എപ്പോഴും ആ വെള്ള പ്ലാസ്റ്റിക് ചെരുപ്പുകളായിരുന്നു ഇട്ടായിരുന്നു കളിച്ചിരുന്നത്. ഇപ്പോൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴും ഞാൻ അതിൽ തന്നെയാണ് കളിക്കുന്നത്. അത് നമ്മുടെ പാരമ്പര്യമാണ്. ഞാൻ തിരികെ വീട്ടിലെത്തുമ്പോൾ അയൽപ്പക്കത്തുള്ള എൻ്റെ കൂട്ടുകാരോട് നീ പറയുമായിരുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്തിനാണ് പ്രാക്ടീസ് നിർത്തിയത്? ഞാൻ നിങ്ങൾക്ക് കാറുകളൊന്നും വാങ്ങിത്തരാൻ പോകുന്നില്ല, നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ അധ്വാനിച്ചു കൊണ്ടേയിരിക്കണമെന്ന്. നിനക്കന്ന് 10 വയസ്സായിരുന്നു. അപ്പോഴേ നീ എൻ്റെ ഏജൻ്റായിരുന്നു. ഫ്രാൻസിലേക്ക് മാറുന്നതിനെക്കുറിച്ച് നമ്മളിരുന്ന് സ്വപ്നം കണ്ടിരുന്നത് ഓർമ്മയുണ്ടോ? നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതും സ്വന്തമായി ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നതും കാറുകളും വലിയ വീടും ഉള്ള ഒരു പണക്കാരനായ ഫുട്ബോളറായി ഞാൻ മാറുന്നതും. നിനക്കൊന്നിനെയും കുറിച്ച് വിഷമിക്കേണ്ടി വരില്ല അന്ന് ആ കാലത്ത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്വപ്നം കണ്ടത് നിനക്ക് ഓർമ്മയുണ്ടാ? എല്ലാവരും കളിയാക്കി ചിരിച്ചപ്പോഴും ഞാൻ അടുത്ത ക്രിസ്ത്യാനോ ആകാൻ എനിക്ക് കഴിയുമെന്ന് എപ്പോഴും വിശ്വസിച്ച ഒരേ ഒരു വ്യക്തി നീ മാത്രമായിരുന്നു. 15 വയസ്സിൽ ഹൈസ്കൂളിനായിട്ട് ഞാൻ അമേരിക്കയിലേക്ക് മാറിയതും എനിക്ക് കടുത്ത ഹോം സിക്നെസ് അനുഭവപ്പെട്ടതും നിനക്ക് ഓർമ്മയുണ്ടോ? മാസങ്ങളോളം ആരും പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അവരെന്നൊരു ഫ്രഞ്ച് സംസാരിക്കുന്ന കുട്ടിയുടെ അടുത്തിരുത്തി. അധ്യാപകൻ പറയുന്നത് മുഴുവൻ അവൻ എനിക്ക് തർജ്ജമ ചെയ്തു തരാൻ ശ്രമിച്ചു. നീ വിശ്വസിക്കില്ല, ഇവിടുത്തെ കുട്ടികൾ അധ്യാപകരോട് തർക്കിക്കുന്നു എന്ന് ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ടോ? നാട്ടിൽ മുതിർന്നവരുടെ മുന്നിൽ കണ്ണ് ചിമ്മാൻ പോലും നമ്മൾ ധൈര്യപ്പെടില്ലെന്ന് നിനക്കറിയാമല്ലോ. സ്കൂള് കഴിഞ്ഞ ഉടൻ കുട്ടികൾ പുകവലിക്കുന്നത് കണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയാതിരുന്നത് ഓർമ്മയുണ്ടോ? ഞാൻ ഏതോ അമേരിക്കൻ TV ഷോയിലാണെന്ന് തോന്നുന്നു എന്ന് നീ പറയുമായിരുന്നു. ബേൺമൗത്ത്, ചെൽസി, റേഞ്ചേഴ്സ്, ഒളിമ്പിയാക്കോസ്, ക്രിസ്റ്റൽ പാലസ് എന്നീ ക്ലബ്ബുകളിൽ അവർ എന്നെ ട്രയൽസിന് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ? ഒരു ട്രെയിനിങ്ങിന് ശേഷം ഈസയും ഒലീസയും എൻ്റെ അടുത്ത് വന്ന് ഹേ കിഡ്, നീ ശരിക്കും മിടുക്കനാണ് എന്നുവരെ പറഞ്ഞു. പക്ഷേ എന്നിട്ടും ആരും എന്നെ ടീമിലെടുത്തില്ല. MLS B ടീമുകൾക്ക് പോലും എന്നെ വേണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അവരെനിക്കൊരു കാരണവും തന്നിട്ടില്ല എന്തിനെന്നെ ടീമിലെടുക്കാതിരുന്നു എന്നത്. കാര്യങ്ങളൊക്കെ മുതിർന്നവരാണ് കൈകാര്യം ചെയ്തത്. അവരെന്നെ യൂറോപ്പിലുടനീളം കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. എല്ലാവരും എൻ്റെ മുന്നിൽ വാതിൽ കൊട്ടിയടിച്ചു. നോ എന്നാണ് പറഞ്ഞത്. എൻ്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു. എൻ്റെ സ്വപ്നം അവസാനിച്ചു. അവരെന്നെ തിരികെ ആഫ്രിക്കയിലേക്ക് അയച്ചു. നമ്മൾ ഒന്നിച്ചിരുന്ന് കരഞ്ഞു. വിശ്വാസം കൈവിടാതിരുന്ന ഒരേ ഒരു വ്യക്തി നീയായിരുന്നു. ആഴ്ചകൾക്ക് ശേഷം ഞാൻ ലെഗാനസിന് വേണ്ടി കരാറൊപ്പിട്ടു. അന്ന് നമ്മൾ കരഞ്ഞത് മറ്റൊരു തരം കണ്ണീരായിരുന്നു, സന്തോഷത്തിൻ്റെ കണ്ണീര്. എനിക്കന്ന് വികാരങ്ങളുണ്ടായിരുന്ന കാലമാണ്. ഇപ്പോൾ എനിക്കൊരു വികാരവുമില്ല, ഒന്നും അനുഭവപ്പെടുന്നില്ല. ഞാനൊരു മനുഷ്യൻ പോലും അല്ലെന്ന പോലെ തോന്നുന്നു. നീ മരിച്ചതിന് ശേഷം ഞാൻ വെറുമൊരു ശൂന്യതയിലാണ്. നീ പോയി എന്നവർ എന്നോട് പറഞ്ഞ ദിവസം ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, തോന്നുന്നില്ല, ഇല്ല. അത് വല്ലാത്തൊരു ആഘാതത്തിലായിരുന്നു. ഞാൻ വല്ലാത്തൊരു ആഘാതത്തിലായിരുന്നു. ലഗാനസിനായി ഞാൻ അരങ്ങേറ്റം കുറിച്ച ആഴ്ചകൾക്ക് ശേഷമായിരുന്നു അത്. റയൽ മാഡ്രിഡിനെതിരെ 18-ാം വയസ്സിൽ ആരാണ് അരങ്ങേറ്റം കുറിക്കുക? അത് വളരെ അവിശ്വസനീയമായിരുന്നു. അതൊരു സ്വപ്നമായിരുന്നു. പിന്നീട് അതൊരു ദുരന്ത സ്വപ്നമായി മാറി. നാട്ടിൽ നിന്ന് ആരോ എന്നെ തുടർച്ചയായി വിളിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ദേഷ്യം വന്നു. അവരെന്തിനാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കോൾ എടുത്തു. അവരതൊട്ടും മറച്ചു വെച്ചില്ല. നാട്ടിലെ കാര്യം നിനക്കറിയാമല്ലോ. വികാരങ്ങളൊന്നുമില്ല. വെറുതെ അങ്ങ് പറയും, നിന്റെ സഹോദരി പോയെന്ന്. എന്ത്? അവൾ മരിച്ചു. നീ എന്താണ് പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു. ഒരു പാർട്ടിയിൽ വെച്ച് ആരോ അവളുടെ ഡ്രിങ്കിൽ എന്തോ കലർത്തി. പിന്നീട് അവൾ ഉണർന്നില്ല. അവൾ പോയി എന്നെന്നോട് പറഞ്ഞു. നിനക്കന്ന് 15 വയസ്സായിരുന്നു. 15. എനിക്ക് ഉത്തരങ്ങളൊന്നും ലഭിച്ചില്ല. എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ടോ എന്ന് പോലും ഇപ്പം എനിക്ക് ഓർമ്മയില്ല. കാരണം ഒരു ശൂന്യതയിലാണ് ഞാൻ. ചിലപ്പോൾ അത് ആർക്കെങ്കിലും തോന്നിയ അസൂയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കാരണമായിരിക്കും. ഒരു പക്ഷേ എനിക്ക് നിന്നെ സംരക്ഷിക്കാമായിരുന്നിരിക്കാം. എനിക്കറിയില്ല. ഞാൻ ദൈവത്തിൻ്റെ പ്ലാനിൽ വിശ്വസിക്കുന്നു. ആ പദ്ധതിയിൽ വിശ്വസിക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് അതുമാത്രമാണ്. ഞാൻ മറക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം എനിക്ക് മറക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. നിന്നെ മറക്കാനാവില്ല.
ഈ വേദന സഹിച്ച് ഞാൻ മുന്നോട്ട് പോകും. ഈ വേദന ഉപയോഗിച്ച് കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം നേടാനും മാത്രമാണ് എനിക്കിനി കഴിയുക. എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാനിത് എഴുതിയത്. നീ ജീവിക്കുമെന്ന് നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിത് എഴുതിയത്. എന്നിലൂടെ നീ ജീവിക്കും. എല്ലാവരും നിൻ്റെ പേര് അറിയുമെന്ന് ഞാൻ ഉറപ്പാക്കും. ലോകം മുഴുവനും നിൻ്റെ പേരറിയും. ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഞാൻ ചെയ്യുന്നത് എന്തും അത് നിനക്ക് വേണ്ടിയാണ്. ഞാൻ നിന്നെ അവസാനമായി കണ്ടതിന് ശേഷം വളരെ കാര്യങ്ങൾ സംഭവിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. നീ ഇത് വിശ്വസിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. നീ ഇത് വിശ്വസിക്കുകയില്ല. ഞാനിത് വിശ്വസിക്കുന്നുണ്ടോ എന്നും എനിക്കുറപ്പില്ല. കാരണം എന്താണെന്നറിയോ? എന്താണ് അത്ഭുതമെന്നറിയാമോ? മാഡ്രിഡിനെതിരായ എൻ്റെ അരങ്ങേറ്റത്തിന് ശേഷം ഞാൻ എംബപ്പയുമായിട്ട് ജേഴ്സി കൈമാറി. നമ്മൾ അവനെ ടി വിയിൽ കാണാറുണ്ടായിരുന്നതും നീ പറയുമായിരുന്നതും ഓർമ്മയുണ്ടോ? എംബപ്പയോ? അതെ, അവൻ മിടുക്കനാണ്, പക്ഷെ എൻ്റെ സഹോദരനാണ് അതിലും മികച്ചവനെന്ന് നീ പറയാറുണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി. എനിക്ക് പണക്കാരനാകണ്ട. അത് ആളുകളോട്, കുടുംബത്തോട് പോലും ഈ പണം എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ലഗാനസിലായിരുന്നപ്പോൾ ഞാൻ സമ്പാദിച്ചിരുന്നതെല്ലാം നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. എനിക്കിനി പണം പോലും വേണ്ട എന്ന അവസ്ഥയിലെത്തി. പണം ഒരു ഭാരമായിരുന്നു. എന്നാൽ കിട്ടുന്നവരത് ചോദിക്കുന്നത് നിർത്തിയതുമില്ല. ഞാനൊരു മില്യണർ ആണെന്ന് അവർ കരുതി കാണും. എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ടി വി പോലും ഇല്ലാത്തൊരു മുറിയിൽ ട്രെയിനിങ് ഗ്രൗണ്ടിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. വെറും ഫുട്ബോളും ഉറക്കവും മാത്രം. എനിക്ക് വലിയ വീട് വേണ്ടായിരുന്നു. എനിക്ക് കാറുകൾ വേണ്ടായിരുന്നു. എനിക്ക് എല്ലാം ഫുട്ബോളിലേക്ക് നൽകണമായിരുന്നു. എൻ്റെ സഹോദരി പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പ്രയത്നിക്കണമായിരുന്നു. ഇത് തമാശയാണെന്ന് എനിക്ക് തോന്നും. ഞാൻ RB ലീപ്സിഗിൽ കളിക്കാൻ പോയപ്പോൾ, അങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഞാൻ എപ്പോഴും ട്രെയിനിങ്ങിനൊക്കെ എത്താൻ വൈകുമായിരുന്നു. അതായത് ഞാൻ വൈകുകയല്ല, ഞാൻ കൃത്യസമയത്താണ് എത്തിയിരുന്നത്. എന്നാൽ ജർമ്മനിയിൽ സമയത്തെത്തുക എന്നാൽ നീ വളരെ വൈകി എന്നർത്ഥം. അതുകൊണ്ട് അടുത്തതായി ഞാൻ എന്താണ് ചെയ്തതെന്ന് നിനക്ക് ഊഹിക്കാമല്ലോ. ഞാൻ എല്ലാറ്റിനും 1.5 മണിക്കൂർ നേരത്തെ എത്താൻ തുടങ്ങി. 90 മിനിറ്റ് നേരത്തെ എത്താൻ തുടങ്ങി. ഞാൻ എപ്പോഴും നേരത്തെ എത്തിയത് കൊണ്ട് അവരെന്നെ ദി ജർമ്മൻ എന്ന് വിളിക്കാൻ തുടങ്ങി. എനിക്കെപ്പോഴും കാര്യങ്ങൾ അല്പം അധികം ചെയ്യണം. എനിക്കൊട്ടും വിശ്രമമില്ല. നീ എപ്പോഴും അത് പറയുമായിരുന്നു. ഗ്രൗണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ സ്വന്തം വീട് പോലെ തോന്നുന്ന ഒരേ ഒരു സ്ഥലം. അവിടെയാണ് എനിക്ക് ശാന്തത തോന്നുന്നത്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ കഴിയുന്നത്. നമ്മളത് നേടി എന്ന് നിന്നോട് പറയാൻ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. നീ പറഞ്ഞതെല്ലാം സത്യമായി. ഞാൻ നാളെ ലോകകപ്പിനായി തിരിക്കുകയാണ്. സത്യമായിട്ടും നിന്റെ സഹോദരൻ ഐവറി കോസ്റ്റിന് വേണ്ടി കളിക്കാൻ പോകുന്നു. ദ്രോഗ്ബയെപ്പോലെ, യായ ടൂറയെപ്പോലെ, ഗർവിഞ്ഞയെപ്പോലെ. ഞാൻ ഇതിനെ ഒരു കളി മാത്രമായി കാണുന്നില്ല. ഞാൻ ഇതിനെ ഒരു വേദിയായാണ് കാണുന്നത്. നീ എന്നിൽ കണ്ടത് ലോകത്തിന് മുഴുവനും കാണിച്ചു കൊടുക്കാനുള്ള എൻ്റെ അവസരമാണിത്. ഞാൻ ഗോൾ അടിക്കുമ്പോഴെല്ലാം എല്ലാവരും നിൻ്റെ പേര് അറിയുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കും. അവർ നിന്നെ മറക്കില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തും. ക്രിസ്ത്യാനോയേക്കാൾ മികച്ചവനാകാൻ എനിക്ക് കഴിയുമെന്ന് നീ എപ്പോഴും പറയുമായിരുന്നു. ഞാൻ അവിടെ വെച്ച് ക്രിസ്ത്യാനോയെ കാണുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ഹലോ പറയും. നീ പ്രവചിച്ചത് ഞാൻ ചെയ്യും. സത്യം, എനിക്ക് യഥാർത്ഥ ബൂട്ടുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നീ എല്ലാവരോടും പറയുമായിരുന്നു, എൻ്റെ സഹോദരൻ ലോകത്തിലെ ഏറ്റവും മികച്ചവനാകും. നീ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ തെളിയിക്കും. അല്ലെങ്കിൽ അതിനായി ഞാൻ പരിശ്രമിച്ചു മരിക്കും. അതിനായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. നിൻ്റെ സഹോദരൻ യാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെറ്ററിലുള്ളത്. ഇത് ജൂൺ 17 എഴുതിയതാണ്. അതാണ് വേൾഡ് കപ്പിന് കളിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയൊന്നും പറയാനില്ല. ഇന്നവൻ റയൽ മാഡ്രിഡിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി നിൽക്കുകയാണ്. അവൻ്റെ കുഞ്ഞു സഹോദരി, അകാലത്തിൽ പൊലിഞ്ഞുപോയ നക്ഷത്രം, ആ കുഞ്ഞു സഹോദരി റോക്സേൻ പറഞ്ഞെടുത്ത് നിൽക്കുന്നു. അവൾ പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളുടെ നിരയിലേക്ക് അവൻ എത്തിയിരിക്കുന്നു. കൂടുതൽ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.